പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. Rainfall and flood Cari fratelli e sorelle, con l'enciclica Laudato Si, promulgata nel 2015, നവയുഗ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭ മുന്നോട്ടുവെച്ച സദ്വാർത്തയാണ് മാനവികതയുടെ മഹനീയ മുഖമായ ലൗദോത്തേ സി. പരിസ്ഥിതിയോട് ചേർന്ന് സർവ്വജീവജാലങ്ങളുടെയും സംരക്ഷണവും സമത്വവും അതിജീവനവും പരസ്പര ഉത്തരവാദിത്തമാണെന്ന പൊതു ആശയത്തിലൂന്നിയ പരിശുദ്ധ പാപ്പയുടെ ചാക്രിക ലേഖനം തുറന്നിടുന്ന രാഷ്ട്രീയം ഭൂമി നമ്മുടെ പൊതുഭവനമാണെന്ന സുന്ദര ചിന്തയാണ്. നിലവിലെ ഭീകരമായ കാലാവസ്ഥ അരക്ഷിതാവസ്ഥയുടെ കാലത്ത് ഓരോ ക്രൈസ്തവന്റെയും പ്രഥമ പരിഗണന ഇത്തരം വിഷയത്തിലാകണമെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പ്രസ്തുത ആശയത്തിന്റെ പ്രചാരണത്തിനായി വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന യുവ വൈദികനാണ് പാലക്കാട് രൂപതയിലെ ഫാദർ സജി ജോസഫ് വട്ടുകളത്തിൽ. സ്കൂൾ കലാലയ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണവും പരിശീലനവും അവഗണനയും അവകാശദംശനങ്ങളുടെയും കയ്പനുഭവിച്ച് നിശബ്ദരായ കർഷകരുടെ അതിജീവന പോരാട്ടങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുന്ന സജിയച്ചൻ സൈൻ എന്ന പേരിൽ സന്നദ്ധ സംഘം രൂപീകരിച്ചാണ് തന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. യുവതലമുറയെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് പരിസ്ഥിതി സ്നേഹമുള്ളവരായി വളരാൻ അവരെ സഹായിക്കുക, അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുക, അവരുടെ ഓരോരുത്തരെയും റെസ്പോൺസിബിലിറ്റിയിൽ അതെങ്ങനെ കൊണ്ടുവരാമെന്ന് അവരെ പരിശീലിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്തത്. അങ്ങനെയാണ് സ്കൂൾ തലത്തിലേക്ക്, സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഈ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെ ഒരു കുട്ടിക്ക് അവൻ ജീവിക്കുന്ന പരിസരത്ത് ചുറ്റുപാടിൽ പരിസ്ഥിതിയെ സ്നേഹിച്ച് പരിസ്ഥിതിയെ സംരക്ഷിച്ച് ഓരോരുത്തർക്കും എങ്ങനെ ഒരു പരിസ്ഥിതി സ്നേഹിയായി പരിസ്ഥിതി പ്രവർത്തകനായി മാറാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഞങ്ങളുടെ ചിന്ത. അതാണ് ഞങ്ങൾ കുട്ടികളെ ഇപ്പോൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ പോപ്പ് ഫ്രാൻസിസ് എന്ന് കേട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പ ലോകം മുഴുവൻ എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ പാപ്പയാണ്. പാപ്പ രണ്ട് കാര്യത്തെയാണ് കൂടുതൽ ഊന്നി പറയുന്നത്. ഒന്നാമത്തേത് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, രണ്ടാമത്തേത് മനുഷ്യൻ അവൻ്റെ പൊതുഭവനമായ കോമൺ ഹൗസ് എന്നാണ് പറയണേ, പൊതുഭവനമായ ഈ ഭൂമിയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, പരിഗണിക്കുന്നതിനെക്കുറിച്ച്, പരിരക്ഷിക്കുന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഭൂമിയെ പരിപാലിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചാണ് പോപ്പ് ഫ്രാൻസിസ് അത് ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്രിക ലേഖനം എഴുതി, എൻസിക്ലിക്കൽ എന്ന് പറയും. അതിൻ്റെ പേരാണ് ലൗദാത്തോ സി, ഭൂമി നമ്മുടെ പൊതുഭവനം എന്ന് പറയുക. കാരണം ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള വീടാണ്, അല്ലേ? ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള വീടാണ്. നമ്മളുടെ വീടിനെ നമ്മൾ എങ്ങനെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നോ, എത്ര ഭംഗിയുള്ളതാക്കി വെക്കുന്നോ, എത്ര മനോഹരമാക്കി വെക്കുന്നോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ വീടിനെയും അങ്ങനെ വെക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആസ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് പറ്റുക? ഈ പരിസ്ഥിതി വ്യതിയാനത്തെ ലഘൂകരിക്കാൻ വളരെ ഈസിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുട്ടികളെന്ന രീതിയിൽ, വിദ്യാർത്ഥികളെന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുക? ഓക്കെ, വെരി ഗുഡ്. മരങ്ങൾ വെക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അടുത്തത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപഭോഗം മാക്സിമം കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. വെരി ഗുഡ്. നമ്മളുടെ ഒരു കൾച്ചറാണ് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത്. ഉപയോഗിക്കുക, എറിഞ്ഞു കളയുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേനയുടെ ഒരു പേര് പറയാം. നിങ്ങൾ സാധാരണ റെഗുലറായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേന സെല്ലോ. ഓക്കെ, സെല്ലോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ പ്രിയപ്പെട്ടതായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേനയാണ്. ആ സെല്ലോ പേന ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? പുതിയ റീഫില്ലർ വാങ്ങിയിടുവോ ഇല്ലെങ്കിൽ എറിഞ്ഞു കളയുമോ? എറിഞ്ഞു കളയും. ഓക്കെ, എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ എറിഞ്ഞു കളയും. അതിനുശേഷം പുതിയ പേന എടുക്കും. കാരണം അതിന് 10 രൂപയാണ് വില എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഈ പുതിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ
നമ്മൾ ഇനിയും ഉപയോഗിച്ചെറിഞ്ഞു കളയുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് ടോട്ടലി ചേഞ്ച് ചെയ്യണം. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത് ഇനി നമ്മുടെ നിഘണ്ടുവിലില്ല. പകരം നമ്മൾ നമ്മുടെ നിഘണ്ടുവിലേക്ക് പുതിയൊരു കാര്യം നമ്മൾ ആഡ് ചെയ്യുകയാണ്, യൂസ് ആൻഡ് റീയൂസ്. ഓക്കെ, ആർ യു റെഡി? ഇത് ഇങ്ങനെ പറഞ്ഞ പോരാ, ഇതൊരു വലിയ ഒരു ചലഞ്ചാണ് ലോകത്തിന് മുമ്പിൽ നമ്മൾ വയ്ക്കാൻ പോകുന്നത്. യൂസ് ആൻഡ് റീയൂസ്. ആർ യു റെഡി? വെരി ഗുഡ്. യൂസ് ആൻഡ് യൂസ്. അപ്പോൾ ഈ ബോൾ പെൻ പോലെയുള്ള പേനയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ക് പെൻസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇങ്ക് പെൻസ് ഉപയോഗിക്കുന്നു. വളരെ ചെറിയൊരു കണക്ക് പറയാം, നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന ഒരു 10 ലക്ഷം സ്റ്റുഡൻസ് സെല്ലോയോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ബോൾ പെൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. യു ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പേനയും കൊണ്ട് നമുക്ക് നന്നായിട്ട് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ എത്ര ദിവസം എഴുതാൻ പറ്റും നമ്മുടെ ഒരു ക്ലാസ്സിൽ? 1 വീക്ക്, മാക്സിമം 1 വീക്ക്. അപ്പോൾ ഓരോ ആഴ്ചയും ഏകദേശം 10 ലക്ഷം പേനകളാണ് പുറത്തേക്ക് വലിച്ചെറിയുന്നത്. ഓക്കെ, അപ്പോൾ 10 ലക്ഷം പേന പോകുമ്പോൾ മാർക്കറ്റിൽ 10 ലക്ഷം പേന ഉണ്ടാകണം അല്ലേ? 10 ലക്ഷം പേനയുടെ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാകണം. അപ്പോൾ 10 ലക്ഷം പേനയുടെ പ്രൊഡക്ഷൻ നമുക്ക് മാർക്കറ്റിലുണ്ടാകുന്നു. 10 ലക്ഷം പേന നമ്മൾ മേടിക്കുന്നു, പുതിയതായിട്ട് മേടിക്കുന്നു. അപ്പോൾ ഓരോ ആഴ്ചയും കുട്ടികൾ, നമ്മളെപ്പോലെയുള്ള സ്റ്റുഡൻസ് എഴുതി എറിഞ്ഞു കളയുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത്രയും പേനകൾ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ആ പ്രൊഡക്ഷൻ കൊണ്ടുണ്ടാകുന്ന എമിഷൻ, ആ എമിഷൻ ഈ പേന പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന എമിഷനല്ല, അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, അതൊരു ഷോപ്പിൽ കീപ്പ് ചെയ്യുമ്പോൾ ഒരു പേന നഷ്ടപ്പെട്ടു പോയി ഇല്ലെങ്കിൽ ഒരു പേന തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പേന മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈക്കോ കാറോ എടുത്ത് നമ്മളോ നമ്മുടെ പാരൻസോ ഷോപ്പിലേക്ക് പോകുന്നത്, തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു പേനയുമായി റിലേറ്റഡ് ആയിട്ട് എന്തുമാത്രം എമിഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇതൊരു ഷെയറിങ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളെല്ലാം എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് പറയുന്ന ഈ കാര്യം, ഞങ്ങളിനി ഇങ്ക് പെൻ ഉപയോഗിക്കും എന്ന് പറയുന്ന ഈ കാര്യം, അത് ലോകത്തിന് മുമ്പിൽ വലിയൊരു മാതൃകയാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഇഫക്റ്റീവായിട്ടുള്ളൊരു മാതൃകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ നമ്മളുടെ പരിസ്ഥിതിയെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, എങ്ങനെ ചേർത്ത് നിർത്താം, കൂട്ടി നിർത്താം. ഓക്കെ, ഈ എമിഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ലോകത്ത് സാധ്യമാകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രീനറിനെ എൻഹാൻസ് ചെയ്യുക, പച്ചപ്പിനെ വർദ്ധിപ്പിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ പറയുക, ഭൂമി നമ്മുടെ പൊതുഭവനമായതുകൊണ്ട് ഭൂമിയിൽ നിന്ന് സ്വീകരിക്കുന്നത് പോലെ തന്നെ അങ്ങോട്ട് നമ്മൾ കൊടുക്കണം. ഇല്ലേ, നമ്മളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ എപ്പോഴും നമ്മൾ ATM കാർഡ് ഇട്ട് എമൗണ്ട് എടുത്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ അകത്ത് കുറഞ്ഞു പോകും ഇല്ലേ? അതിനനുസരിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന എല്ലാ നന്മകൾക്കും ഈക്വലായിട്ട് പ്രകൃതിക്ക് നമ്മൾ തിരിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതെന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, മറ്റു മനുഷ്യർക്കും കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മറ്റാളുകളോടുള്ള ഒരു കൺസേൺ, കെയർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുക അല്ലേ? മറ്റാളുകൾക്കും കൂടി, എനിക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അല്ല, പ്രകൃതിയുടെ മുഴുവൻ നന്മകളും എൻ്റെ സഹോദരങ്ങൾക്ക്, വരും തലമുറയ്ക്ക്, നെക്സ്റ്റ് ജനറേഷന്, അവർക്കും കൂടെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനുള്ളതാണെന്നാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ എൻസിക്ലിക്കിലൂടെ, ചാക്രിക ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബേസിൽ, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിർവഹിക്കാൻ പറ്റുന്നത്. ആസ് എ സ്റ്റുഡൻറ്റ്, കുട്ടികളായിരിക്കുമ്പോൾ, കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരു ഏജോ കാലമോ അല്ല, ഏറ്റവും ഇഫക്റ്റീവായിട്ട്, ഏറ്റവും റെസ്പോൺസിബിളായിട്ട്, ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അത് നമുക്കെല്ലാവർക്കും കഴിയണം, നമുക്ക് കഴിയട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെഡിയാവും. ആർ യു റെഡി? സ്ട്രോങ് ആയി പറഞ്ഞു, ആർ യു റെഡി? ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിങ്ങളുടെ ആ COP26 പ്രോഗ്രാമിനെ പറ്റി ഒത്തിരി കേൾക്കുന്നുണ്ട്. ഹൗ ഇസ് ഇറ്റ് പ്രോസസ്സിങ് ഓർ ഹൗ ഇസ് ഇറ്റ് പ്രോഗ്രസ്സിങ്? കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് COP26 എന്ന് പറയുന്നത്. അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തിനും എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനും പ്രോഗ്രാംസും ആയിരുന്നു. അതിൽ ഞങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ COP26മായി ബന്ധപ്പെട്ട് UN തന്നെ വേൾഡ് വൈഡ് ആയിട്ട് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ കാറ്റഗറിയിലേക്ക് ലോകത്ത് മുഴുവനും അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ഡിസ്കഷൻ്റെ ഭാഗമായിട്ട്. അതിൽ ഞങ്ങൾ
ഇവിടെ പാലക്കാട് ബേസ് ചെയ്ത് നടത്തിയ ഒരു സ്റ്റഡി ആഗോള താപനത്തെ റെഡ്യൂസ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അതിൻ്റെ അകത്തൊരു കാര്യം ഗ്രീനറി എൻഹാൻസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആഗോള താപനത്തെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് കാർബൺ എമിഷനെ മാക്സിമം എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ്. അത് വെറുതെ ഗ്രീനറി എൻഹാൻസ് ചെയ്യുക മാത്രമല്ല, ഇവിടെ പച്ചപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംരക്ഷിക്കുന്ന കർഷകർക്ക്, സാധാരണ മനുഷ്യർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ, അതായത് ഒരു മരം വെക്കുന്ന വ്യക്തി പോലും അതിൻ്റെ ബെനിഫിറ്റഡ് ആകുന്നത് പോലെ അവർക്കും കൂടെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പുതിയ പ്രപ്പോസലാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സൈൻ എന്ന് പറയുന്ന ഈ NGO അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യങ് ജനറേഷനെ എങ്ങനെ പ്രകൃതിക്ക് അനുഗുണമാകുന്ന രീതിയിൽ, ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാക്കി മാറ്റാം എന്നുള്ളതാണ് ചിന്ത. ആസ് എ പ്രീസ്റ്റ് എന്നെ ഈ കാര്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു കാര്യം, പോപ്പിൻ്റെ വേൾഡ് വൈഡ് ആക്ട് അക്സെപ്റ്റ് ചെയ്ത, അംഗീകരിക്കപ്പെട്ട ലൗദാത്തോ സി, ഭൂമി നമ്മുടെ പൊതുഭവനം എന്ന പരിശുദ്ധ പാപ്പായുടെ ചാക്രികലേഖനത്തിൻ്റെ ബേസിൽ ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും പാപ്പയുടെ ഈ ആഹ്വാനത്തോട് ചേർന്ന് എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കുറച്ച് അട്രാക്റ്റഡ് ആയത്. അത് നമ്മൾ അട്രാക്റ്റ് ആകുന്നതിൻ്റെ കൂടെ തന്നെ ആളുകളെ എങ്ങനെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് കുട്ടികളിലേക്ക് ഈ പ്രോഗ്രാം കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. അവരുടെയൊക്കെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് എന്തുമാത്രം നമുക്ക് ഈ ഒരു ആശയത്തെ നമുക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് ഇപ്പം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. I think Father Saji, this is really ഇൻസ്പയറിങ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആശയം അനുസരിച്ച് കുട്ടികളിലൂടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ എങ്ങനെ നമ്മൾക്കിത് കൊണ്ടുവരാം എന്നാണ് ഐ വാസ് ഓൾസോ തിങ്കിങ് അബൌട്ട് ഇറ്റ്. സോ മേ ബി ഇസ് ദെയർ സം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു വിച്ച് വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് ഐഡിയ ഓഫ് ദ നേച്ചർ പ്രിസർവേഷൻ? കുട്ടികൾക്കുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്നാമത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് കുട്ടികളുടെ തന്നെ താല്പര്യപ്രകാരം, അവരുടെ തന്നെ തീരുമാനപ്രകാരം ഓരോരുത്തരിലൂടെയും ഉണ്ടാകുന്ന എമിഷൻ, അതായത് ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എമിഷൻ ഉണ്ട് ഈ ലോകത്ത്. അപ്പോൾ ആ എമിഷൻ എങ്ങനെയാണെന്ന് കണ്ടെത്തി അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള മെക്കാനിസം അത് കുട്ടികളിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. വളരെ ലളിതമായൊരു ഉദാഹരണം, ഇപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ ചിലപ്പോൾ 1 കിലോമീറ്റർ നടന്ന് വരേണ്ട കുട്ടിയും ഉപയോഗിക്കുന്ന ഒരു 4 വീൽ വാഹനമായിരിക്കും, കാറോ ഇല്ല മറ്റെന്തെങ്കിലും ഫെസിലിറ്റി ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ആ കുട്ടി ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചിന്തയിൽ ആകൃഷ്ടയായി ആ 1 കിലോമീറ്റർ നടക്കാമെന്ന് തീരുമാനിക്കാൻ തക്കവിധം കുഞ്ഞുങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാനുള്ളതാണ് ഞങ്ങളുടെ ഇനീഷ്യേറ്റീവ്. ഇല്ലെങ്കിൽ ഒരു സൈക്കിൾ കിട്ടിയാൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടി പോകാമെന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണമെങ്കിൽ അവർക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ സൈക്കിൾ വാങ്ങിക്കൊടുക്കുകയും ആ കുഞ്ഞുങ്ങളുടെ താല്പര്യപ്രകാരം ഗവൺമെൻറ്റിനെ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി വേണ്ടി വന്നാൽ നമ്മുടെയൊക്കെ റോഡ് സൈഡിലൂടെ ഫ്യൂച്ചറിൽ സൈക്കിൾ ട്രാക്കും കൂടെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ആക്ച്വലി ഇത്. ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന പല കുട്ടികളുണ്ടാവും. ചിലപ്പോൾ 4-5 കുട്ടികളെ അവരുടെ പാരൻസ് ആയിരിക്കും സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കുക. അപ്പോൾ ഈ കുട്ടികൾ വിചാരിക്കുകയാണ് ഏതെങ്കിലും ഒരു പാരൻറ്റ് വൺസ് ഇൻ എ വീക്ക്, അത് ജസ്റ്റ് ഒരു റൊട്ടേഷനിൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് വിട്ടാൽ മതി. അപ്പോൾ 4 വണ്ടി അവർക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും വണ്ടി റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികൾ നടത്തുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമുണ്ട്, അതായത് അത്രയും എമിഷനെ റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ ഈ പാലക്കാട് ടൗണിൽ തന്നെ 5 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട്, അതായത് സെൻറ്റ് റാഫേൽസ് മുതൽ മേഴ്സി കോളേജ്, ജയമാതാ കോളേജ്, മിഷൻ സ്കൂള്, ബിഗ് ബസാർ സ്കൂള്, ഈ സ്കൂളുകളെ, അതാണ് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ്. ആ സ്കൂളുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഏകദേശം 2000-ഓളം വാഹനങ്ങളെ പീക്ക് അവേഴ്സിൽ റോഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക, അതിലൂടെ ഒരു വലിയ എമൗണ്ട് എമിഷനെ റിഡക്റ്റ് ചെയ്യുക, കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ചിന്തയുടെ വർക്ക് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എല്ലാ സ്കൂളുകൾക്കും അത്തരത്തിൽ അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റും. And I think this precious time spent together, I think it's a most valuable time, and then it is also really an inspiration for me. And then I think we will together as a team will work towards it and then come to achieve that dream of nurturing the nature.
താങ്ക് യു ഫാദർ. കർഷകന്റെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ അതിജീവനത്തിനായി നടത്തിയ നിരന്തര ഇടപെടലുകളിൽ നിന്നുമാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരിൽ പ്രഥമസ്ഥാനീയരായ കൃഷിക്കാരൻ നിർഭാഗ്യവശാൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കപ്പെടുന്നുവെന്നും കർഷകന്റെ പാരിസ്ഥിതിക സംഭാവനകളൊന്നും മൂല്യനിർണയ വേളയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നും സജിയച്ചന്റെയും സഹപ്രവർത്തകരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഓരോ കൃഷിക്കാരനും അവന്റെ ഭൂമിയിലെ ചെറുതും വലുതുമായ പച്ചപ്പോരോന്നും പ്രകൃതിക്ക് നൽകുന്ന സംഭാവനയുടെ വ്യാപ്തിക്കനുസരിച്ച് വില നിശ്ചയിക്കുന്ന കാർബൺ ക്രെഡിറ്റ് എന്ന ആശയം രൂപപ്പെടുന്നതും നെറ്റ് സിങ്ക് ക്രെഡിറ്റ് എന്ന ശാസ്ത്രീയ അന്വേഷണം UN-ന്റെ ചർച്ചയ്ക്കും വിശകലനത്തിനും കാരണമാകുന്നതും. കർഷകൻ നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരിക അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ്, ഇല്ലേ അവൻ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്. പക്ഷെ അത് മാത്രമല്ല ഒരു കർഷകൻ്റെ ഈ ഭൂമിക്കുള്ള സംഭാവനയെന്ന് കർഷകനെയും അതേപോലെ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതായത് കർഷകൻ വയ്ക്കുന്നത് ഓരോന്നും നനയ്ക്കുന്നതും നടുന്നതും വളർത്തുന്നതും നട്ടു നനയ്ക്കുന്നതുമൊക്കെ എന്തുമാത്രം ഈ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താനായിട്ട് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് സയൻറ്റിഫിക്കായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും അന്താരാഷ്ട്ര തലത്തിലും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അതുകൊണ്ട് കർഷകൻ എന്ന് പറയുന്നത് കൃഷി മാത്രം ചെയ്യുന്ന ഏതാനും വ്യക്തികളുടെ ഒരു കൂട്ടം എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ ഭൂമിയെ അതിൻ്റെ നന്മകളെ നിലനിർത്തുന്ന ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് എന്നുള്ള ഒരു ബോധം അത് ഈ സമൂഹത്തിനും കർഷകർക്കും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു സന്തോഷമാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ച് കേൾക്കുന്നു, കാർബൺ ക്രെഡിറ്റ് ഫണ്ടിനെ കുറിച്ച് കേൾക്കുന്നു. കാർബൺ ക്രെഡിറ്റ് ഫണ്ട് എന്ന് പറയുന്നത് കർഷകന് അവകാശപ്പെട്ടതാണ് എന്ന് കേൾക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ഒരു കർഷകൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടും, എങ്ങനെ ഉപകാരപ്പെടും. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഈ കർഷകരാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ സാധാരണ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അടുത്ത കാലത്തെ അനുഭവങ്ങൾ, അടുത്ത കാലത്തെ ഡിസ്കഷൻ, പഠനമൊക്കെ പറയുകയാണ് പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പ്രകൃതിയെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് തന്നെ ഇവിടുത്തെ കർഷകരാണ്. അപ്പോൾ അതും എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിയാൻ, നമ്മുടെ ആശയങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്താം. പക്ഷേ ഈ തലമുറകളായിട്ട് നമ്മൾ കൃഷി ചെയ്ത് വന്നിരുന്നു അച്ഛൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തുകൊണ്ട് കൃഷിക്കാർ ഇതിനകത്ത് ഈ ഒരു കാര്യങ്ങളിൽ ഈ കാർബൺ ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് നമ്മുടെ ഭൂമിയിലൊട്ടാകെ അവഗണിക്കപ്പെട്ടു എന്ന് അച്ഛന് ഏതെങ്കിലും കാര്യങ്ങളെപ്പറ്റി പറയാൻ കഴിയുമോ? ഒരു കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏകദേശം ഒരു 6ഓളം അന്താരാഷ്ട്ര ഏജൻസികളാണ് ഈ ഫണ്ട് കളക്ട് ചെയ്യുക. ഫണ്ട് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിൽ അവരൊക്കെ നെറ്റ് സീറോ ടാർഗറ്റിലെത്തണം എന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഓട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി പ്രകാരമാണ്. എമിക്റ്റ് ചെയ്യുന്ന എല്ലാവരും എമിക്ഷൻ ആനുപാതികമായിട്ടുള്ള, കാർബൺ പുറന്തള്ളലിന് ആനുപാതികമായിട്ടുള്ള ഒരു ഫൈൻ അടയ്ക്കണം. അതായത് അവർ എമിക്റ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അപ്പോൾ ഓരോ കമ്പനിക്കും ഇത്ര ടൺ വെച്ച് എമിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഉദാഹരണത്തിന് 10 ടണ്ണാണ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവർ 15 ടൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഡീഷണൽ വരുന്ന 5 ടണ്ണിന് അവർ ഫൈൻ അടയ്ക്കണം. അപ്പോൾ അത്തരത്തിൽ ലോകം മുഴുവനും കളക്ട് ചെയ്യപ്പെടുന്ന ഫണ്ടാണ് ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രോജക്റ്റ് വൈസ് പ്രോഗ്രാം ആയിരുന്നുകൊണ്ട് കർഷകൻ ഒരിക്കലും കിട്ടിയിരുന്നില്ല. പല രാജ്യങ്ങളും അത് സ്വീകരിച്ചിരുന്നു. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വളരെ വിപുലമായ രീതിയിൽ ഇത് സ്വീകരിക്കുന്നുണ്ട്, കാർബൺ ക്രെഡിറ്റ് ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കർഷകർ ആവശ്യപ്പെടുന്ന കർഷകനും കൂടെ വേണമെന്നാണ്. കാരണം അത് ഇതുവരെയും കൊടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണം കർഷകൻ ഈ ഇത്രയും കാർബൺ ക്രെഡിറ്റ് സൂക്ഷിക്കുന്നുവെന്നും സംരക്ഷിക്കുന്നുവെന്നും ഇതുവരെ ഒരു ഡിസ്കഷൻ പോലും പൊതുവായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തേത്, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇതുവരെയും ഈ നെറ്റ് സീറോ എന്ന് പറയുന്നത് ഒരു നിയമമായിരുന്നില്ല. നെറ്റ് സീറോ ടാർഗറ്റിൽ എത്തുക എന്ന് പറയുന്ന ഒരു നിയമമായിരുന്നില്ല. പാരീസ് ഉടമ്പടി പ്രകാരം ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന NDC എന്ന് പറയും, നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ, അത് പ്രകാരം ഓരോ രാജ്യവും ഇത്ര ശതമാനം അതിൻ്റെ ഫോറസ്റ്റ് ട്രീ കവറേജ് വർദ്ധിപ്പിക്കാമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിയമമനുസരിച്ച് നിലവിലുണ്ടായിരുന്നത് 24% ഓരോ സ്റ്റേറ്റിൻ്റെയും ടോട്ടൽ ലാൻഡിൻ്റെ 24%
അത് ഫോറസ്റ്റ് ആയിട്ട് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യ NDCയിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2030 ആകുമ്പോഴേക്കും 9% കൂടെ വർദ്ധിപ്പിച്ച് 33% ഫോറസ്റ്റ് കവറേജ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോറസ്റ്റ് ഉള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യതയില്ല. അതെല്ലാം റവന്യൂ ലാൻഡാണ്. അപ്പോൾ ഇതുവരെയും ഈ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നടപ്പാക്കിയിരുന്നത് വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരമായിരുന്നു നടപ്പാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് റവന്യൂ ലാൻഡിലേക്ക്, ഫോറസ്റ്റിന് അധികാരമില്ലാത്ത ലാൻഡിലേക്ക് ഫോറസ്റ്റിൽ നടപ്പാക്കേണ്ടതിന് സമാനമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കാനായിട്ട് പറ്റുക. അങ്ങനെ കൊണ്ടുവന്നിരിക്കുക. കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കർഷകന് കിട്ടും എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഈ കർഷകനോട് കിട്ടിയാൽ ഗവൺമെൻറ്റിന് ഇല്ലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വനം വകുപ്പിന് കിട്ടാനുള്ളത് കുറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അല്പം കൂടി, ഇപ്പോൾ ഒരു 9% കൂടി ഫോറസ്റ്റ് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെയും കൂടെ ബെനിഫിറ്റ് ഈ വനം വകുപ്പിന് ഇല്ലെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുമെന്നുള്ളത് കൊണ്ട് കർഷകൻ്റെ പറമ്പിനെയും കൂടെ ഫോറസ്റ്റ് ആക്കി മാറ്റിയിട്ട്, അതായത് അപ്രഖ്യാപിത ഫോറസ്റ്റ്, റവന്യൂ രേഖകളിൽ കർഷകൻ്റെയാണ്, പക്ഷേ ട്രീ കവറേജിൻ്റെ കാര്യത്തിലും ഫോറസ്റ്റിന് സമാനമായി. ഇപ്പോൾ നമുക്കറിയാം ഈ ESI ESZ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള നിയമങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ വർഷവും ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഇവിടെ ഫോറസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കർഷകരും എല്ലാ ഇതിലും ചോദിക്കുന്ന ചോദ്യമാണ്, ഉള്ള ഫോറസ്റ്റ് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഈ റബ്ബർ ഷീറ്റ് പോലെ എലാസ്റ്റിക് പോലെയോ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? ആക്ച്വലി എക്സ്പാൻഡ് ചെയ്യുന്നത് നിയമങ്ങൾ കൊണ്ട് റവന്യൂ ലാൻഡിനെ ഫോറസ്റ്റിന് തുല്യമാക്കി മാറ്റിക്കൊണ്ട് അത് കാണിച്ചാണ് ഇനിയും ഇവർ ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കൂടുതൽ അവിടേക്ക് മേടിക്കാൻ വേണ്ടി പോവുക. ഞങ്ങൾ ഈ അട്ടപ്പാടിയിൽ ഒരു 2 പ്ലോട്ടിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സ്റ്റഡി നടത്തിയത് ഈ UN വേൾഡ് വൈഡ് ആയിട്ട് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ള അഭിപ്രായങ്ങൾ ഈ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താനും കാലാവസ്ഥ വ്യതിയാന ലഘൂകരണത്തെ ഇത് ചെയ്യാനും ലഘൂകരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിസർച്ചുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവിൽ സൈൻ എന്ന് പറയുന്ന NGOയുടെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ 3 ഏക്കർ മാത്രം കൃഷിസ്ഥലമുള്ള ഒരു സാധാരണ കർഷകൻ്റെ പറമ്പിൽ 450 ടൺ കാർബൺ സ്റ്റോക്കുണ്ട്. അത്രയും കാർബൺ അബ്സോർവ് ചെയ്യാനുള്ള, ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ട്. അപ്പോൾ അയാളുടെ വീടിൻ്റെ എമിഷൻ എടുത്ത് നോക്കി ഞങ്ങൾ. അതായത് അയാൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമുണ്ട്, അയാളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളുടെ എല്ലാം കൂടി എമിഷൻ എടുത്ത് നോക്കുമ്പോൾ അത് വെറും 5 ടണ്ണ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ബാക്കി 445 ടൺ എന്ന് പറയുന്നത് അഡീഷണലാണ്, അധികമായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏത് മാർക്കറ്റിലും ഞാൻ 450 ടൺ കാർബൺ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എനിക്ക്, അതൊരു പ്രൊഡക്റ്റായിട്ട് വിൽക്കാനായിട്ട് നമുക്ക് പറ്റണം ഏത് മാർക്കറ്റിലും. അപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളുണ്ട് ഇങ്ങനെ കാർബൺ ക്രെഡിറ്റ് വിൽക്കാൻ. ഇപ്പോൾ അവിടെ ഈ റിന്യൂവബിൾ എനർജിയുടെ ക്രെഡിറ്റ് മാത്രമാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു 2070 ആകുമ്പോഴേക്കും ഇന്ത്യ നെറ്റ് സീറോ ടാർഗറ്റിലെത്തും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർഷകൻ്റെ കയ്യിലുള്ള കാർബൺ ക്രെഡിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്ക് നെറ്റ് സീറോയിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വലിയ കമ്പനീസിന് ഇപ്പോൾ ടാറ്റ പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ അവരുടെ തേയിലത്തോട്ടങ്ങളുടെ അബ്സോർവിങ് കപ്പാസിറ്റി, അതായത് സിങ്കിങ് കപ്പാസിറ്റി എന്ന് പറയും, ആ കപ്പാസിറ്റീനെ കാണിച്ചുകൊണ്ടാണ് അവർ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ സംവിധാനങ്ങളില്ലാത്ത സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഷുവറാണ് കർഷകൻ്റെ കയ്യിലുള്ള ഈ കാർബൺ ക്രെഡിറ്റിനെ പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് ഈ നെറ്റ് സീറോ ടാർഗറ്റ് എന്ന് പറയുന്ന ലക്ഷ്യം കൈവരിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മൾ തീർച്ചയായും ബെനിഫിറ്റഡ് ആകും എന്നുള്ളതാണ് ഇവിടുത്തെ കർഷക സമൂഹത്തിൻ്റെ വലിയൊരു പ്രതീക്ഷ. പിന്നെ ഈ കാർബൺ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളൊരു കാര്യം, അതായത് നമ്മുടെ കൃഷിഭൂമിയിൽ നമുക്ക് പല വൃക്ഷങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ആദായം തരുന്നത് മാത്രമല്ല, നമ്മൾ മറ്റ് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് മുറിച്ചെടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിയമങ്ങൾ കൊണ്ട് വലിഞ്ഞു മുറിക്കാൻ പറ്റില്ല. മരം മുറിച്ച് കഴിഞ്ഞാൽ അതിനെ എന്തെങ്കിലും പേരിട്ട് പിടിക്കുക, രാജകീയ വൃക്ഷങ്ങൾ എന്നുള്ള പേരൊക്കെ ഇട്ട് പിടിച്ചിട്ട് അത് നമ്മൾ നട്ടുപിടിപ്പിച്ചതാണെങ്കിൽ പോലും നമുക്ക് മുറിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിന് ഭാവിയിൽ ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ മുന്നോട്ട് വരിക. ഞങ്ങൾ പല സ്ഥലത്തും കർഷകരോട് സംസാരിക്കുമ്പോൾ സണ്ണിച്ചേട്ടൻ ചോദിച്ച ഈ ഒരു ആശങ്ക അവരെല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്.
ആക്ച്വലി ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് 1 വർഷത്തെ കോൺട്രാക്റ്റാണ് എല്ലാ കമ്പനികളുമായിട്ട്. അപ്പോൾ കോൺട്രാക്റ്റ് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, 1 ഇയർ കോൺട്രാക്റ്റാണ്. ആ 1 വർഷം ഇത്രയും കാർബൺ സിങ്കിങ് കപ്പാസിറ്റി, ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ആ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റീനെ നമ്മളുടെ പറമ്പിൽ നമ്മൾ സംരക്ഷിക്കുന്നതിനുള്ള റെമ്യൂണറേഷനാണ് ആ ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത വർഷം അത് വേണോ വേണ്ടയോ, അത് നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം കർഷകനാണ്. അവൻ്റെ പറമ്പിൽ ആ കാർബൺ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവനൊരു പബ്ലിക് ഡൊമൈനിൽ അത് വെച്ച് ഇപ്പോൾ ആമസോണിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് പോലെ ട്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് രജിസ്ട്രി വേണം. അപ്പോൾ നമ്മൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതെല്ലാം ജിയോ ടാഗ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ രജിസ്ട്രി വെച്ചിട്ട് ആ രജിസ്ട്രിയിൽ സെർച്ച് ചെയ്ത് അവർക്കത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ ഈവൻ US-ലിരിക്കുന്ന ഒരു കമ്പനിക്ക് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഈ ഗ്രീനറി ഉണ്ടോ എന്ന് അവർക്ക് തന്നെ GIS ഉപയോഗിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും, ജിയോ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കണ്ടെത്തി. അപ്പോൾ ആ ഓരോ വർഷത്തേക്ക് മാത്രമാണ് ആ ട്രേഡ് എന്ന് പറയുന്നത്, അതൊരു ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പറമ്പിൽ ഒരു വലിയ തേക്കുണ്ട്. അപ്പോൾ ഒരു 20 വർഷമായ തേക്കാണ്. ഈ വർഷവും കൂടെ മതി എനിക്കതിൻ്റെ ഫണ്ട്. അടുത്ത വർഷം ഞാനത് മുറിക്കാൻ തീരുമാനിച്ചു. അപ്പം നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ കപ്പാസിറ്റീനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നെറ്റ് സിങ്ക് ക്രെഡിറ്റ് എന്നാണ് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിൻ്റെ ആ പേര്. അതായത് ഓരോ കർഷകൻ്റെ പറമ്പിലെയും സിങ്കിങ് കപ്പാസിറ്റീനെ, കാർബൺ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റിയെ നമ്മൾ നെറ്റ് സിങ്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. ആ നെറ്റ് സിങ്ക് എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഒരു ഹോം ഗാർഡനാണ് ഓൾമോസ്റ്റ് നമ്മളുടെ കേരളത്തിലെല്ലാം ഹോം ഗാർഡൻസാണ്. അത് വീടിനോട് ചേർന്ന കൃഷി സ്ഥലവും അതിനെ ഹോം ഗാർഡൻ എന്നാണ് വിളിക്കുക. ചിലപ്പോൾ ഒരു 1 ഏക്കറോ 2 ഏക്കറോ 3 ഏക്കറോ സ്ഥലമുണ്ടാകും സാധാരണ. ഇപ്പോൾ ഒരു 5 ഏക്കറിനുള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ മുഴുവൻ കാർബൺ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. ആ സ്റ്റഡി ചെയ്ത കപ്പാസിറ്റി അത് സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആ വീട്ടിലുണ്ടാകുന്ന ഒരു എമിഷൻ ഉണ്ട്. ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ഉണ്ട്, മറ്റു കാര്യങ്ങൾക്കുണ്ടാകുന്ന അതൊരു എമിഷൻ ഉണ്ട്. ആ എമിഷൻ എത്ര ടണ്ണാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ ടോട്ടൽ സിങ്കിങ് കപ്പാസിറ്റി, ആ പറമ്പിൻ്റെ മുഴുവൻ, ആ ഹോം ഗാർഡൻ്റെ മുഴുവൻ ആഗിരണ കപ്പാസിറ്റീനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഇവരുടെ എമിഷനെ റെഡ്യൂസ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന സിങ്കിങ് കപ്പാസിറ്റി. അതുകൊണ്ടാണ് നെറ്റ് സിങ്ക് ക്രെഡിറ്റ് എന്ന് അത് അറിയപ്പെടുന്നത്. ക്രെഡിറ്റ് ആണ്, പക്ഷേ ഈ എമിഷൻ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ക്രെഡിറ്റിനാണ് നമ്മൾ അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു പ്രോഡക്റ്റായിട്ട് വെക്കുക. അത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, ഈവൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോലും. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ഫോറസ്റ്റിനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും, അതായത് നമ്മളുടെ കുരുമുളകും ഇല്ലെങ്കിൽ നമ്മളുടെ ഏലക്കയും നമ്മളുടെ ഇഞ്ചിയും നമ്മുടെ ഗ്രാമ്പും ഒക്കെ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, എങ്ങനെ നൽകുന്നു, അതൊരു പ്രോഡക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നു നമ്മുടെ സ്ഥലത്ത്. കാരണം അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട്. ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്ന ഒരു ദാനമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഈ താലന്തുകളുടെ ഉപമയിൽ കർത്താവ് പറയുന്ന പോലെ 5 ഉള്ളവൻ 5 കൂടി സമ്പാദിച്ചു, ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി അതിനെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു താലന്താണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തുമാത്രം നന്മയോട് കൂടിയിട്ടാണോ കൊടുത്തിരിക്കുന്നത് അതിനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ദൈവവിളി എന്ന് പറയുന്നത്, എല്ലാ ജീവിതവും ഓരോ ദൈവവിളിയാണെന്ന് പറയാം. ആ ദൈവവിളിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ടു ഗ്ലോറിഫൈ ഗോഡാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് ആത്യന്തികമായി ഓരോ മനുഷ്യൻ്റെയും നന്മ. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ കൃഷി ചെയ്ത് അതിൻ്റെ ഭൂമിയുടെ എല്ലാ നന്മകളെയും ഫലവത്താക്കി അങ്ങനെ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഏതായാലും ദൈവികമായ ഒരു കാഴ്ചപ്പാട് ആ കാര്യത്തിലുണ്ട്. തീർച്ചയായിട്ടും ഉറപ്പായും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവം അച്ഛനെ നിയോഗിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വൈദ്യുതി ഇല്ലാത്ത ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വൈദികനാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഞാൻ ആരംഭിച്ചത് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങിക്കൊണ്ടാണ് ആരംഭിച്ചത്. അതിപ്പോൾ ഈ കുറച്ച് കാലമായി 1-2 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഡെയിലി 14 കിലോമീറ്റർ നടന്നു പോകേണ്ട കുട്ടികൾ, അതായത് അപ്പ് ആൻഡ് ഡൗൺ 14 കിലോമീറ്റർ നടന്നു പോകേണ്ട കുട്ടികൾ, ഒരു സഞ്ചരിക്കാനായിട്ട് ഒരു നല്ല റോഡില്ലാത്ത, ഒരു ടാർ റോഡോ ഏറ്റവും ഒരു മെറ്റലിട്ട റോഡോ ഒന്നുമില്ലാത്ത വഴിയുള്ള, അതായത് ഈ കാട്ടുമൃഗങ്ങളൊക്കെ വളരെ പെരുകിയിരിക്കുന്ന സമയത്ത് അങ്ങനെ നടന്ന് സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ. പക്ഷേ അവരതിൽ പരാതികളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.
പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞ ഒരു 1-2 വർഷം വന്നപ്പോഴാണ് മൊബൈലിന് റേഞ്ചില്ല, വീട്ടിൽ വൈദ്യുതിയില്ല. ഇനി മൊബൈലുണ്ടെങ്കിൽ പോലും അത് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അത് ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ നടന്നു പോകണം. അങ്ങനെയുള്ള സ്ഥലത്തിലെ കുട്ടികളുടെ കഷ്ടപ്പാടുകളും കൂടെ എനിക്ക്, അതായത് എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് ആളുകളുടെ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടെ കണ്ടപ്പോഴാണ് ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ഈ കാര്യത്തിൽ ഇതുപോലെയുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന, മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്ന് ഒരു തോന്നലുണ്ടായത്. ഏതായാലും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട്, ദൈവമുണ്ട്. അങ്ങനെയല്ല, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മൾ ഒരുമിച്ചുള്ള ഒരു സഞ്ചാരമാണ് സത്യത്തിൽ. അങ്ങനെയാണ് കാണുന്നത്. കാരണം ഇതിപ്പോൾ പിതാക്കന്മാരാണെങ്കിലും നമ്മുടെ രൂപതയിലെ വൈദികരാണെങ്കിലും കർഷകരാണെങ്കിലും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ ഉദ്ദേശത്തോടു കൂടി നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പരസ്പരം കൊടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലർക്ക് അറിവായിരിക്കും, ചിലർക്ക് പ്രോത്സാഹനമായിരിക്കും, ചിലർക്ക് അവരുടെ ജീവിതത്തിന് കിട്ടുന്ന എക്സ്പീരിയൻസ്, അങ്ങനെ പലതുമായിരിക്കും. അപ്പോൾ നമ്മളൊരു വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ട് പോവുക. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഈ മാറിയ കാലഘട്ടത്തിൻ്റെ 21ാം നൂറ്റാണ്ടിൻ്റെ ഒരു സുവിശേഷ പ്രഘോഷണവും കൂടിയാണ് എന്ന് ആണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള സമരവും അതിൻ്റെ ഇനിയുള്ള പോരാട്ടങ്ങളൊക്കെ ഈ പരിസ്ഥിതിയുടെ നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ത്രിവിധ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുക, പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠിപ്പിക്കലും നയിക്കലും കഴിഞ്ഞ് ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ, പ്രകൃതിയെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം, അത് ഓരോ ക്രൈസ്തവൻ്റെ ഉത്തരവാദിത്വമാണ്, ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം വളരെ സജീവമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായി നമുക്ക് മുൻപോട്ട് പോകാം. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണവും സ്നേഹവും പ്രോത്സാഹനവും വളരെ താല്പര്യപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.